ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ തിരുവോണോത്സവത്തിലെ പൂവിടലിൻ്റെ പരിപാടിയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂവിടലിൻ്റെ ചടങ്ങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പൂവൊക്കെ കിള്ളിക്കൊടുക്കുകയാണ്. അച്ഛനാണ് പൂവിടലിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അച്ഛൻ നല്ലോണം പൂവൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ല മെനയോടുകൊണ്ട് തന്നെ അച്ഛൻ ചെയ്തു തരും ഗൈസ്. അത് കാരണം അച്ഛൻ ആ വർക്ക് അങ്ങോട്ട് ഏറ്റെടുത്തു. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ കിളിയൊക്കെ കൊടുക്കുകയാണ് ഗൈസ്. ഇത് കാണില്ല, ഞങ്ങളുടെ വീട്ടിലുണ്ടായ പൂവാണ് ഗൈസ്. കാരണം നല്ല ഭംഗിയില്ലേ ഗൈസ്. ഇത് പരിപാലിക്കുന്നത് അമ്മാമ്മയും അച്ഛനും കൂടെയാണ് ഗൈസ് പരിപാലിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഗൈസ് ഓണം ആഘോഷിക്കുന്നത്. തനു ബേബി ഉണ്ടായി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓണമാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ചെറിയ രീതിക്ക് തന്നെ പോകാമെന്ന് ഓർത്തിട്ടാണ് ഗൈസ്. അവൾക്ക് വയ്യ, അവൾക്ക് ചുമ, പനി, ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഫുള്ളായിട്ടൊന്നും റെഡി ആയിട്ടില്ല ആൾ. അപ്പോൾ ആളും കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ്. ഓണമായിട്ട് അവൾക്കും വയ്യ, ആകെ ശോകമായി, ഞാനും ശോകമായി, ഹസ്ബൻഡ് വീട്ടുകാരെല്ലാവരും ശോകമായിട്ടിരിക്കുകയായിരുന്നു വയ്യാത്തതുകൊണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ കിള്ളിയത് അമ്മൂമ്മയാണ് ഗൈസ്. പൂവൊക്കെ കിള്ളി തരുന്നുണ്ട് ഞങ്ങൾക്ക്. അമ്മമ്മക്കും വയ്യ, നടുവേദനയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇത് ഹസ്ബൻഡ് അമ്മയാണ് ഗൈസ്. അച്ഛൻ പൂർണ്ണം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം വളരെയധികം ടൈം ലേറ്റ് ആയിരുന്നു ഗൈസ് ഞങ്ങൾ കിടന്നപ്പോൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായ ഒരു പൂക്കളാണ് ഗൈസ്. അപ്പോൾ തുള്ളൂ ഗൈസ്, ബൈ.